അങ്ങനെ കുറച്ച് നാളുകൾക്ക് ശേഷം ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ, ഒരു ഉച്ചയോട് റെഡിയാക്കലുമായിട്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ? കാരണം ഞാൻ ഇൻട്രൊഡക്ഷനൊക്കെ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പം പതിവുപോലെ തന്നെ അമ്മയുടെ അടുത്ത് നേരെ വിട്ടിട്ടുണ്ട്. അവിടെ ചെന്നപ്പോഴേക്കും അമ്മ ചെറിയ ചെറിയ പ്രിപ്പറേഷൻസൊക്കെ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഇന്ന് ചീനിയമരയ്ക്ക തോരനാണ്. അരിഞ്ഞ് ചട്ടിയിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇപ്പുറത്തെ അടുപ്പിൽ നമ്മുടെ വെള്ളരിക്ക ഒഴിച്ച് കറിയില്ലേ, ഒഴിച്ചു കൂട്ടാനെന്നൊക്കെ നമ്മൾ പറയും, അത് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ഞാൻ കട്ട് ചെയ്ത മീനൊന്ന് വൃത്തിയാക്കുമായിരുന്നു കേട്ടോ. എന്നിട്ട് അതായത് തോരനുള്ള കൂട്ടാണ് വെളുത്തുള്ളി, ജീരകം, ചെറിയ ഉള്ളി, തേങ്ങ ഇത്ര ഇട്ടിട്ടാണ് നമ്മൾ തോരനുള്ള കൂട്ട് റെഡിയാക്കുന്നത്. അങ്ങനെ കൂട്ട് റെഡിയാക്കി തോരനിലോട്ട് തട്ടിയിട്ട് ഇപ്പുറത്തെ അടുപ്പിലോട്ട് അമ്മ നമ്മുടെ മീൻ കറിക്കുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി എന്നിവ ചൂടാക്കുമായിരുന്നു. നമ്മൾ പല പല ടൈപ്പിൽ വെക്കാറുണ്ട്. പച്ച അരച്ച് വെക്കാറുണ്ട്, ഇങ്ങനെ മുളക് പൊടിയൊക്കെ ചൂടാക്കി വറുത്ത് അങ്ങനെയും വെക്കാറുണ്ട് കേട്ടോ. ഇങ്ങനെ വെക്കുമ്പോൾ മീൻ കറിക്ക് നല്ല ടേസ്റ്റുമാണ്, നല്ല കളർ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ ചീനച്ചട്ടിയിലോട്ട് കുറച്ച് ഉലുവ, കുറച്ച് കുരുമുളക്, മുളക് പൊടി, മല്ലിപ്പൊടി, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് മൂപ്പിച്ചെടുത്ത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇതിന് ചൂടാറിയതിന് ശേഷം തേങ്ങയും കൂടെ ചേർത്ത് നമ്മൾ അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോഴേക്കും ഇതാ നമ്മുടെ തോരനിലോട്ട് ഒരു അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് തോരൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മൾ ഒഴിച്ചു കൂട്ടാനുള്ള വെള്ളരിക്ക റെഡിയാക്കി വന്നപ്പോൾ അതിൻ്റെ കൂട്ടും റെഡിയാക്കി ഇത് അമ്മ കലക്കി ചൂടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ അകത്തോട്ടുള്ള ഫൈനൽ പരിപാടി എന്ന് പറഞ്ഞാൽ കടുക് വറുത്ത് ചേർക്കുക എന്നുള്ളതാണ്. നമുക്ക് പിന്നെ ചേർത്ത് കൊടുക്കാം. അപ്പോഴേക്കും ഇതാ ഞാൻ മീനൊക്കെ കഴുകി വൃത്തിയാക്കി റെഡിയാക്കി വന്നപ്പോൾ അമ്മ അതിനുള്ള കൂട്ടും അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വറുത്ത് ചൂടാക്കി വെച്ചിരുന്നില്ലേ മുളക് പൊടി, അതും തേങ്ങയും, കുറച്ച് തേങ്ങയും പുളിയും ചെറിയ ഉള്ളിയാണ്, അതെല്ലാം കൂടെ ചേർത്ത് അരച്ചതാണ് കുറുകുറാന്നുള്ള കൂട്ടതാ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്തോട്ട് ഇനി കുറച്ച് ഭംഗിക്ക് വേണമെങ്കിൽ നമുക്ക് മുരിങ്ങയ്ക്കയും പച്ചമുളകും തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കാം. ഭംഗി മാത്രമല്ല ടേസ്റ്റും ഉണ്ടാവും കേട്ടോ. അങ്ങനെ ഇതാ എല്ലാം കൂടെ ചേർത്തെടുത്ത് മീനും ഇട്ടിട്ട് നമുക്ക് ഇതിനെ അടുപ്പിലോട്ട് വെച്ച് തിളപ്പിച്ചെടുക്കാം. ഇത് മീൻ വറുക്കാനുള്ളതാണ്. ഇതെല്ലാവർക്കും അറിയാം, ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. മീൻ കറിയും മീൻ വറുത്തതും കൂടെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ല ടേസ്റ്റില്ലേ ചോറ് കഴിക്കാനായിട്ട്. ഇത് നമ്മുടെ ഒഴിച്ചു കൂട്ടാനുള്ള കടുക് വറുക്കലാണ് കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ചെറിയ ഉള്ളി, വറ്റൽമുളക്, കറിവേപ്പില ഇത്രയാണ് നമ്മൾ ചേർക്കുന്നത്. അതിങ്ങനെ മൂത്ത് വരുമ്പോൾ നമുക്ക് ഒഴിച്ചു കൂട്ടാനിലോട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. നല്ല മണമായിരിക്കും, നല്ല ടേസ്റ്റും ആയിരിക്കും. അങ്ങനെ അതാ നമ്മുടെ ഒഴിച്ച് കറി റെഡി ആയിട്ടുണ്ട്. അപ്പോഴേക്കും നല്ല മരിച്ചിനി ഇട്ടിട്ടുണ്ടായിരുന്നു, അതും കട്ട് ചെയ്ത് വെള്ളത്തിലോട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി അത് നമുക്ക് വേവിച്ചെടുത്തിട്ട് വേണം നമുക്ക് മരിച്ചിനി ഇളക്കാനായിട്ട്. അത് കഴിഞ്ഞ് ഇതാ നമ്മുടെ മീൻ ഇതാ ഇങ്ങനെ തിളച്ച് കുറുകി വരുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്ക് ചുമ്മാ ഇരിക്കണ്ടല്ലോ എന്ന് കരുതി ഞാൻ അവിടുത്തെ ചവറൊക്കെ ഒന്ന് തൂക്കാമെന്ന് കരുതി അവിടെയൊക്കെ ഒന്ന് തൂത്തിട്ട് അപ്പോഴേക്കും അമ്മ നമ്മുടെ മരിച്ചിനി ഇളക്കി വെച്ചിട്ടുണ്ട്. നല്ല ഇങ്ങനെ വെന്തുടഞ്ഞ മരിച്ചിനിയില്ലേ, അതും കുറുകുറാന്നിരിക്കുന്ന നല്ല മീനും. ഇത് കണ്ടപ്പോൾ തന്നെ എനിക്ക് എൻ്റെ വിശപ്പൊക്കെ അങ്ങ് കൂടി കേട്ടോ. ഇനിയിപ്പോൾ മീനും കൂടെ വറുത്തെടുക്കണമല്ലോ, അതും കൂടെ വെച്ചാൽ നമുക്ക് ഒരു കഷ്ണം അതിൻ്റെ അറ്റത്തൂടെ വെച്ചാൽ ഒരു ഭംഗി ഉണ്ടാവും, ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് പെട്ടെന്ന് മീനും കൂടെ വറുത്തെടുക്കാമെന്ന് കരുതി ചട്ടിയിലോട്ട് നമ്മൾ മീനും കൂടി ഇട്ടിട്ടുണ്ട്. ഒരു സൈഡ് വേകുമ്പോൾ മറ്റു സൈഡ് മറിച്ചിട്ട് വറുത്തെടുത്തു കേട്ടോ. അങ്ങനെ ആ ചോറും മരിച്ചിനിയും മീൻ കറിയും മീൻ ഫ്രൈയും ചീനിയമരക്ക തോരനും നല്ല വെള്ളരിക്ക ഒഴിച്ചു കൂട്ടാനും കൂടെ കൂട്ടി ഒരു പിടി പിടിച്ചപ്പോൾ എൻ്റെ അമ്മേ, നിങ്ങൾക്ക് കൊതി വരുന്നുണ്ടോ? എനിക്കിതാ ഇത് കണ്ടപ്പോൾ തന്നെ കൊതി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് പോയി ഉണ്ടാക്കിക്കോ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ കാണാം. ടാറ്റ, ബൈ ബൈ.